അമ്മയുടെ മൂത്ത മോളെ ഇവിടുത്തെ മരുമകളെ അംഗീകരിക്കാനുള്ള ഫംഗ്ഷൻ നടത്താൻ പോവാ. അച്ഛനെയും അമ്മയും എന്നെയെല്ലാം കണക്കറ്റ് ദ്രോഹിച്ചവളാ ചേച്ചി. എന്നിട്ടും ചേച്ചിക്കൊരു നന്മ വരുമ്പോ ഇങ്ങനെ ആഹ്ലാദിക്കാൻ അമ്മയ്ക്ക് എങ്ങനെയാ കഴിയുന്നേ? ഇത്രയും ദ്രോഹിച്ച മകളെ സ്നേഹിക്കാൻ ഈ അമ്മയെ കൊണ്ട് മാത്രമേ സാധിക്കൂ. പക്ഷെ അമ്മ ഇത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് അവളെ സ്നേഹിക്കുമ്പോഴും അവൾക്ക് അമ്മയോട് പുച്ഛവും വെറുപ്പുവാ. അതെ അമ്മ, എല്ലാം നമ്മുടെ തലയിലെഴുത്ത. രമാദേവി ഈ മാലയുടെ കാര്യം അവിടെ പറയുന്നത് ഞാൻ കേട്ടു. ഈ മണിമാല ഐശ്വര്യ ലക്ഷ്മി രമാദേവിക്ക് കൈമാറിയ ശേഷം മാത്രമേ ഫംഗ്ഷൻ നടക്കുള്ളൂ എന്നാ പറഞ്ഞത്. ഇപ്പോഴാ ചേച്ചി ഈ മണിമാലയ്ക്ക് വേണ്ടി ഇത്രയും വെപ്രാളം കാണിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. മാല സ്വന്തമാക്കാനായി ചേച്ചി വെറുതെ നമ്മളോട് വിടുവായിത്തനോ നുണയും പറയുവാന്നാ ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി. ഈ മണിമാല സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാ. അത് സംരക്ഷിക്കാൻ വേണ്ടിയാ അച്ഛൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയത്. നമ്മളും ഇതുവരെ എല്ലാ ദുരന്തങ്ങളും സഹിച്ച് ഈ മണിമാല രക്ഷപ്പെടുത്തി വച്ചിരിക്കുന്നത് മരണസമയത്ത് നമ്മളോടുള്ള വിശ്വാസത്തില് തമ്പുരാട്ടി മാല നമ്മളെ ഏൽപ്പിച്ചതുകൊണ്ടാ. അതുകൊണ്ട് ജീവൻ കളഞ്ഞും ഈ മാല സംരക്ഷിക്കണം. ദൈവ ചൈതന്യം കുടികൊള്ളുന്ന മാലയായത്. ഇത് തെറ്റായ കൈകളിൽ എത്താൻ പാടില്ല. ഈ മാലയുടെ യഥാർത്ഥ അവകാശി സമയമാകുമ്പോൾ നമ്മളെ തേടിയെത്തി ഈ മാല സ്വന്താക്കുമെന്ന തമ്പുരാട്ടി മരണസമയത്ത് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് ആ അവകാശി വരുന്നത് വരെ ഇത് ചേച്ചിയുടെയോ മറ്റേതെങ്കിലും സ്വാർത്ഥന്മാരുടെയോ കയ്യിൽ പെടാതെ നമ്മളിത് കാത്തു രക്ഷിക്കണം. അത് നമ്മുടെ കടമയോ. ഈ മാല ഒന്നുകൂടി ഭദ്രമായി നമുക്ക് എവിടെയെങ്കിലും എടുത്ത് സൂക്ഷിച്ചു വെക്കണം. ഇതൊരിക്കലും ചേച്ചിയുടെ കയ്യിൽ പെടാൻ പാടില്ല.